ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇതാ ഇന്ന് ഊണ് റെഡിയായി. ഈ ഊണിന് മുമ്പുള്ള വിശേഷങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് രാവിലെ തന്നെ ചേമ്പിൻ്റെ തണ്ടെടുക്കാൻ പോയിട്ടോ. അങ്ങനെ ചേമ്പിൻ തണ്ടൊക്കെ എടുത്ത് ഇതാ കണ്ടെല്ലാം കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഈ ജീവിയെ കണ്ടത്. ഈ ജീവിയെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമോ? ഇതാ കണ്ടോ, ചെറിയൊരു ജീവിയാണ്. ഞാൻ കുറേ സമയം നോക്കിയപ്പോഴും അത് അനങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ കണ്ടോ, ജീവനുണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ കൈയും കാലും എല്ലാം അത് ഇളക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഞാൻ കുറേ സമയം അതിനെ നോക്കിയിരുന്നു കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും ഈ ജീവിയെക്കുറിച്ച് ചിലപ്പോൾ അറിയില്ല, കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അതിൻ്റെ ഇടയിലാണ് കറിവേപ്പില കട്ട് ചെയ്ത്. കറിവേപ്പിൻ്റെ 2-3 ചെടിയുണ്ട്, എല്ലാം മുരടിച്ച് നിൽക്കുന്നു കേട്ടോ. അതെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ട് ചെറുപയർ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അതിനെ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ചേമ്പൻ തണ്ട് മുറിച്ച്, ചേമ്പൻ തണ്ടും ചെറുപയറുമാണ് തോരൻ വയ്ക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുനുകുനാ മുറിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഈ എന്താ പറയുക, കറിവേപ്പില കട്ട് ചെയ്ത കറിവേപ്പിലയില്ലേ, അതിൻ്റെ കമ്പ് മാറ്റാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ചേരപ്പാമ്പിനെ കണ്ടോ, നിങ്ങൾ കാണുന്നില്ലേ ചേരപ്പാമ്പ്? ഞാൻ പിന്നെ ഇടയ്ക്ക് കാണുന്നതുകൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ഏറ്റവും ഫ്രണ്ടിലൊക്കെ വന്ന് വിട്ടാൽ നമുക്ക് പേടിയാണ്. ഇതാണ് പുളിയവര. അതിനെ വറുത്തിട്ടാണെന്ന് കറി വയ്ക്കുന്നത്. ഈ പാലക്കാട് മാത്രമേ ഞാൻ ഈ പുളിയവര കണ്ടിട്ടുള്ളൂ, മലപ്പുറത്തൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പുളിയവര വെന്തു മാങ്ങയും വഴുതനയും കൂടി ഇട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. എൻ്റെ മോന് നല്ല ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ് ഈ കറി. പിന്നെ കടുക് വറ കറിക്കും അതേപോലെ തന്നെ ചേമ്പ് തണ്ടിനും കൂടെയാണ് കേട്ടോ കടുക് വറുത്തത്. അത് അതിലേക്ക് കുറച്ച് ഒഴിച്ച്, മിക്കവാറും മൺചട്ടിയിലാണ് കേട്ടോ എപ്പോഴും പാചകം ചെയ്യുക. മൺചട്ടി, ഇരുമ്പ് ചട്ടി, ഇൻഡാലിയം ഇതൊക്കെയാണ്. പിന്നെ ചോറ് വയ്ക്കുക സ്റ്റീൽ ചട്ടി, ഇതൊക്കെയാണ്. അങ്ങനെ ഇതാ കറി താളിച്ചൊഴിച്ച് അതിൽ തേങ്ങയൊക്കെ അരച്ച് അങ്ങനെ കറി സെറ്റായി. പിന്നെ അതിന് ശേഷം വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. വാഴക്കൂമ്പ് ധാരാളം ഇരുമ്പ് സത്തടങ്ങിയ സാധനമാണ്. അതുകൊണ്ട് വിളർച്ച അങ്ങനെയുള്ളതിനൊക്കെ നല്ലതാണ്. നമുക്ക് തൊടിയിൽ നിന്ന് എന്ത് കിട്ടിയാലും അതൊക്കെ എന്താ പറയുക ഉപയോഗിച്ചിട്ട് ബാക്കി ആവശ്യമുള്ളത് പുറത്തുനിന്ന് വാങ്ങിക്കുള്ളൂ കേട്ടോ. അപ്പോൾ താളിക്കാണ്, വേവിച്ചതാണ്. വേവിച്ചതിന് തേങ്ങയും പച്ചമുളകൊക്കെ ചതച്ച് അതിലേക്ക് കൊട്ടി താളിച്ച്, പിന്നെ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇവർക്ക് വിഷന്നാൽ പിന്നെ എങ്ങനെയാണ്, ബഹളത്തോട് ബഹളമായിരിക്കും. അതാ ഭക്ഷണം കൊടുത്തു, അതാ ഓരോരുത്തരായി വന്ന് കഴിച്ചുകൊണ്ടിരിക്കും.